എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ് KS. നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം വീഡിയോ ആയി ചെയ്യാം. പാഠപുസ്തകത്തിലെ 78ാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യമാണ് ഇവിടെ കാണുന്നത്. 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ തിരഞ്ഞെടുക്കണം. ഇതിന് 4 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? സെക്കൻഡ്, രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? അടുത്തത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാകാനുള്ള സാധ്യത എന്താണ്? അവസാനത്തത്, ഒരാൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്താണ്? അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. ഇൻ എ ക്ലാസ് 10A there are 30 boys and 20 girls. In 10B there are 15 boys and 25 girls. One student is to be selected from each class. What is the probability of both being girls? Then what is the probability of both being boys? Third, what is the probability of one boy and one girl? Last one, what is the probability of at least one boy? അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. 10Aയിൽ 30 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട്. 10Bയിലാണെങ്കിൽ 15 ബോയ്സ് ആൻഡ് 25 ഗേൾസ്. അങ്ങനെയാണെങ്കിൽ 10Aയിൽ ആകെ എത്ര കുട്ടികളുണ്ട്? ആകെ 30, 20, 50 കുട്ടികളുണ്ട്. 10Bയിലാണെങ്കിൽ 15, 25, 40 കുട്ടികളുണ്ട് അല്ലേ? നമുക്ക് 2 ക്ലാസ്സിൽ നിന്ന് ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനെ ജോഡികളായിട്ട് എത്ര ജോഡികൾ വരും? ഇവിടെ 50 എണ്ണം ഉണ്ട് അല്ലേ? ഇവിടെ 40 എണ്ണം ഉണ്ട്. അപ്പം ഇവിടെയുള്ള ഓരോന്നും വെച്ച് ഈ 40 എണ്ണം ജോഡികളാക്കാം. ഒന്നാമത്തെ കുട്ടിയെ വെച്ചിട്ട് 40 ജോഡി, രണ്ടാമത്തെ ആളെ വെച്ചിട്ട് 40 ജോഡി, അങ്ങനെ 50 പേരെ വെച്ചിട്ടും 40 ജോഡികളാക്കാം. അപ്പോൾ ആകെ ജോഡികളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 50 × 40 = 2000, 2000 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്, രണ്ടും ഗേൾസ് ആകാനുള്ള സാധ്യത, രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ ആകെ എത്ര ജോഡികളുണ്ട് അല്ലേ? നമ്പർ ഓഫ് പെയേഴ്സ് ഇൻ വിച്ച് ബോത്ത് ആർ ഗേൾസ്, രണ്ടും പെൺകുട്ടികളായ ജോഡികൾ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 20ഉം ഇവിടെ 25ഉം. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടും? 20 × 25, 500 എന്ന് കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സാധ്യത, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500/2000 എന്ന് പറയുന്നത് 1/4. നമുക്ക് ചെറുതായി കഴിയുമ്പോൾ 1/4 എന്ന് കിട്ടും. നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നല്ലോ, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്, രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് അല്ലേ? ആകെ ജോഡികൾ 2000ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 2000 ആണ്. അപ്പോൾ രണ്ടും ആൺകുട്ടികൾ ആകാൻ എത്ര ജോഡികളുണ്ട്? നമ്പർ ഓഫ് പെയേഴ്സ് ഇൻ വിച്ച് ബോത്ത് ആർ ബോയ്സ്. അപ്പോൾ ഇവിടെ 30 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്. 10Aയിൽ 30 ഉണ്ട്, 10Bയിൽ 15 ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 30 × 15 എത്രയാണ്? 450, 450. അപ്പോൾ ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 450/2000 ആയിരിക്കുമല്ലോ. ഇത് നമുക്ക് കട്ട് ചെയ്യാം. 0 കട്ട് ചെയ്തു. ഇനി നമുക്ക് 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഒരു ആൻസറിലേക്ക് വരും. 9/40 എന്ന ആൻസർ കിട്ടും. തേർഡ് പാർട്ട് ഇതാണ്. പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വരാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ നമുക്ക് ജോഡികൾ 2000 എന്ന് നമുക്ക് അറിയാം.
അപ്പോൾ ഇവിടെ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10Aയിൽ നിന്ന് ഒരു ആൺകുട്ടിയും 10Bയിൽ നിന്ന് ഒരു പെൺകുട്ടിയും ആവാം. 10Aയിൽ നിന്നൊരു പെൺകുട്ടിയാണ് എടുക്കുന്നതെങ്കിൽ 10Bയിൽ നിന്ന് കിട്ടേണ്ടത് ഒരു ആൺകുട്ടിയെയാണ്, അല്ലേ? അപ്പോൾ എത്ര ജോഡികളുണ്ടാവും? നമ്പർ ഓഫ് പെയേഴ്സ് ഇൻ വിച്ച് 1 ബോയ് ആൻഡ് 1 ഗേൾ. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുള്ള ജോഡികൾ എത്രയെണ്ണം ഉണ്ട്? നമുക്കത് ഇങ്ങനെ കാണാം, അല്ലേ? ഇവിടെ 30 ഇൻറ്റു 25. അപ്പോൾ ഇവിടെ 30 ബോയ്സ് ഉണ്ട്, ഇവിടെ 25 ഗേൾസ് ഉണ്ട്. 30 ഇൻറ്റു 25 പ്ലസ് എന്ത് സംഭവിക്കും? 20 ഇൻറ്റു 15. അതായത് ഇവിടുന്ന് ബോയ് ആണ് എടുക്കണമെങ്കിൽ ഇവിടുന്ന് എന്തായിരിക്കണം? ഗേളായിരിക്കണം. 10Aയിൽ നിന്ന് ഗേളാണ് എടുക്കുന്നതെങ്കിൽ 10Bയിൽ നിന്ന് ബോയ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 750 പ്ലസ് 300 1050 എന്ന് കിട്ടും. മറ്റൊരു മാർഗത്തിലും നമുക്ക് കാണാം. നമുക്ക് ആകെ ജോഡികൾ 2000 അതിൽ നിന്ന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രണ്ടും ബോയ്സ് ആവാനുള്ളതും രണ്ടും ഗേൾസ് ആവാനുള്ളതും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ 450 500 ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2000-ൽ നിന്ന് കുറച്ചാലും പോരെ? കാരണം ഒന്നുകിൽ 2 ബോയ്സ് അല്ലെങ്കിൽ 2 ഗേൾസ് അല്ലെങ്കിൽ ഒരു ബോയും ഒരു ഗേളും. അപ്പോൾ നമുക്ക് ഒരു ബോയ് ഒരു ഗേളുമാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ 2 എണ്ണം കൂടി കൂട്ടിയിട്ട് 2000-ൽ നിന്ന് കുറച്ചാലും മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 950 കുറച്ച് കഴിയുമ്പോൾ 1050 എന്ന ഉത്തരം തന്നെ കിട്ടി. ഇതും ആദ്യം 1050 തന്നെയല്ലേ കിട്ടിയത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? 1050/2000. അപ്പോൾ ഇവിടെ നമുക്ക് 0 ക്യാൻസലായി കഴിഞ്ഞു. ഇനി അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 21/40 എന്ന ആൻസർ കിട്ടും. ലാസ്റ്റ് പാർട്ട്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ബോയ് ഒരു ആൺകുട്ടിയെങ്കിലും കിട്ടാനുള്ള സാധ്യത. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കുറഞ്ഞത് ഒരാൺകുട്ടി. അപ്പോൾ എന്തൊക്കെ സംഭവിക്കാം? 2 ആൺകുട്ടികളും വേണമെങ്കിൽ വരാം, അല്ലേ? ഒരാൺകുട്ടിയെങ്കിലും എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണം വേണം. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയൊക്കെ എടുക്കാം? 10Aയിൽ നിന്ന് ആൺകുട്ടി എടുക്കാം, 10Bയിൽ നിന്ന് പെൺകുട്ടി, 10Aയിൽ നിന്ന് പെൺകുട്ടി, 10Bയിൽ ആൺകുട്ടി. ഇനി എന്തായിരിക്കും? രണ്ടും ബോയ്സ് ആവാം. 10Aയിൽ നിന്നും 10Bയിൽ നിന്നും എടുക്കുന്നത് ബോയ്സ് ആകാം, ശരിയല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ എണ്ണം ഒന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ബോയ്. നമുക്ക് ആകെ ജോഡികൾ 2000 അല്ലേ? അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതിൽ വരാൻ സാധ്യതയില്ലാത്തത് ഏതാ? ഇതിൽ വരാൻ സാധ്യതയില്ലാത്തത് രണ്ടും ഗേൾസ് വരുന്നതാണ്, അല്ലേ? 10Aയിൽ നിന്നും 10Bയിൽ നിന്നും ഗേൾസ് വരാനുള്ളതാണ് ഇതിൽ വരാൻ സാധ്യതയില്ലാത്തത്. അപ്പോൾ ആ എണ്ണം അങ്ങ് കുറച്ചാൽ പോരെ? ഏതിൽ നിന്ന്? 2000-ൽ നിന്ന്. 2000-ൽ നിന്ന് രണ്ടും ഗേൾസ് ആകാനുള്ള ജോഡികൾ അങ്ങ് കുറയ്ക്കുക. ഇപ്പോൾ 2000-ൽ നിന്ന് 500 കുറച്ചു, 1500 എന്ന് കിട്ടി. മറ്റൊരു രീതിയിൽ ചെയ്യണമെങ്കിൽ 30 ഇൻറ്റു 25. ഇവിടെ ബോയ്, 10Aയിൽ ബോയ്, 10Bയിൽ ഗേള്. 20 ഇൻറ്റു 15, അതായത് 10Aയിൽ ഗേള്, 10Bയിൽ ബോയ്. പിന്നെയോ 30 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ രണ്ടും ബോയ്. അതാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പം ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എന്ത് തന്നെ കിട്ടും? 1500 എന്ന് കിട്ടും. അപ്പോൾ സാധ്യത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1500/2000. അപ്പോൾ അവിടെ 2 0 ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് 15/20 എന്ന് കിട്ടും. അതിനെ വീണ്ടും ചെറുതാക്കുമ്പോൾ 3/4 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലെ 4 പാർട്ടിൻ്റെയും ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു.